ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ നേരിട്ട് ഈ സർവകക്ഷി സംഘത്തിൽ ഒന്നിൻ്റെ തലവനായി ക്ഷണിക്കുന്നു. അത് അദ്ദേഹം സ്വീകരിക്കുന്നു. പിന്നാലെ പാർട്ടി ഒരു പട്ടിക നൽകുമ്പോൾ അതിൽ തരൂരിൻ്റെ പേരില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അത് അദ്ദേഹം ഈ കോഴിക്കോട്ട് മുസ്ലിം ലീഗിൻ്റെ മീറ്റിങ്ങിൽ പോയിട്ട് ഹമാസ് ഭീകര സംഘടനയാണെന്ന് പറഞ്ഞ് നമുക്ക് ഓർമ്മില്ല. മുസ്ലിം ലീഗുകാർക്ക് സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായമാണ്, കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായമാണ്, പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായമാണോ? അല്ല. അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇവിടെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോഴും അത് കഴിഞ്ഞ് ഇന്ത്യ പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോഴും ശശി തരൂർ അദ്ദേഹത്തിന് ബോധ്യമുള്ള, അദ്ദേഹത്തിന് അറിവുള്ള കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ പേരിൽ പാർട്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടക്ക നടപടി കഴിച്ച പാർട്ടിയുടെ താല്പര്യം. അദ്ദേഹം കോൺഗ്രസിനകത്തുള്ള ആളാണ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ MP ആണ്, അദ്ദേഹം കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ്. കോൺഗ്രസിൻ്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഭരണഘടന പോലെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുത്ത് പുറത്താക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് തെറ്റാണെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ തിരുത്താം. തരൂര് പറയുന്നതല്ല പാർട്ടിയുടെ നിലപാട്. പാർട്ടിയുടെ നിലപാട് ഇതാണ്: പാകിസ്ഥാൻ ചെയ്താണ് ശരി, ഇന്ത്യ തിരിച്ചടിച്ചത് ശരിയായില്ല എന്നാണ് പാർട്ടിക്ക് അഭിപ്രായം. പറയാം, നമുക്ക് ആർക്കും ഒരു വിരോധമില്ല. അതിന് പകരം പാർട്ടി ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് ശരിയല്ല. പാർട്ടി ഒരു നിലപാട് വ്യക്തമാക്കണം. തരൂരിൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ജയറാം രമേശ് പറയണം, അല്ലെങ്കിൽ KC വേണുഗോപാൽ പറഞ്ഞാലും മതി. രാഹുൽ ഗാന്ധി പറഞ്ഞത് സന്തോഷം. പാർട്ടിയുടെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ? ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ വ്യക്തമായ അഭിപ്രായം എന്താണ്? പാർട്ടിക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ? ആ നിലപാട് ഇന്നതാണ്. ആ നിലപാടിനൊപ്പം നിൽക്കാത്തവർ പാർട്ടി വിരുദ്ധന്മാരായിട്ടാണോ പാർട്ടി കണക്കാക്കുന്നത്? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എന്ന കാര്യം തുറന്നു പറഞ്ഞ പ്രശ്നം തീർന്നു. അത് പറയില്ല. അതിനു പകരം പാർട്ടിക്ക് അകത്തുള്ളവർ, പുറത്തുള്ളവർ, പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്നവർ, പാർട്ടിയുടെ വേലി പൊളിച്ച് വന്നവർ എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹത്തിന് ഇസ്രായേലിൻ്റെ കാര്യത്തെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ പ്രശ്നത്തെക്കുറിച്ചും വ്യക്തമായ നിലപാടുണ്ട്. അതുപോലെ ഇവിടെയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ രാഷ്ട്രത്തിന് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ കോൺഗ്രസ് പാർട്ടി അവർക്ക് കിട്ടിയ നല്ലൊരു അവസരം നശിപ്പിക്കുകയാണ്. കാരണം ഇതിൽ വഴി അവർ ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തരൂറിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഗുണം കോൺഗ്രസിനല്ലേ. ഇപ്പോൾ കോൺഗ്രസ് പകരം നിർദ്ദേശിച്ച പേരുകൾ ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, അമരീന്ദർ സിംഗ്, ഈ 4 പേരുകളാണ്. ഇതിലൂടെ ഇതൊരു നടക്ക് പോണ മാതിരില്ല. പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവർ, വിധേയർ മാത്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിലൂടെ സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി അപഹാസ്യരാവുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടി സ്വയം ചെറുതാവുകയാണ് ചെയ്തത്. പാർട്ടി ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യമുള്ള പാർട്ടി ഇല്ലേ, ആ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന പാർട്ടി, ഇന്ദിരാഗാന്ധിയുടെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും പാരമ്പര്യമുള്ള പാർട്ടി. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. ആ പാർട്ടി നാമനിർദ്ദേശം ചെയ്ത 4 പേരുകൾ കണ്ടില്ലേ? ഇതിനേക്കാൾ ഭേദമായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയോ അല്ലെങ്കിൽ K. സുധാകരൻ്റെയോ പേര് എഴുതി കൊടുക്കാറുണ്ടല്ലോ. അവർക്കെന്താ യോഗ്യത കുറവ്? അവർ കോൺഗ്രസ്സുകാരല്ല. ഞാൻ വേറൊരു വിധത്തിൽ ചോദിക്കാം, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആരാ പോകുന്നത്? എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിൻ്റെ പേര് എഴുതി കൊടുത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് ഡബിൾ റഹീമിൻ്റെ പേര് കൊടുക്കാൻ? എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അദ്ദേഹം വിദേശത്ത് പോയാൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നതിനെ കുറിച്ച് CPM-ൻ്റെ നേതാക്കന്മാർക്ക്, MA ബേബി അടക്കമുള്ളവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പാർട്ടിയിലെ സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിൽ പാർട്ടിയിൽ ജാഥയ്ക്ക് പോയതിൻ്റെ അല്ലെങ്കിൽ മർദ്ദനം അനുഭവിച്ചതിൻ്റെ കണക്ക് നോക്കിയിട്ടല്ലല്ലോ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന് ഇൻ്റർനാഷണൽ ഡെലിഗേഷനിൽ അയക്കുന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടാസിനെ അയച്ചത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം, സാമാന്യ വിവരമുണ്ട്, കാര്യങ്ങൾ പറയാനറിയാം. അതുകൊണ്ട് അദ്ദേഹം പോട്ടെ തീരുമാനിച്ചു. ഇതൊക്കെ എന്ത് മാത്രമല്ല, ഈ ബ്രിട്ടാസിനെയും നേരിട്ട് അവിടെ കേന്ദ്ര സർക്കാർ വിളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കിരൺ റിജിജു വിളിക്കുകയായിരുന്നു, അല്ലാതെ ബേബിയോട് ചോദിക്കുകയായിരുന്നില്ല. ബ്രിട്ടാസ് ബേബിയോട് ചോദിച്ചത് സ്വാഭാവികമല്ലേ. ഇപ്പൊ കിരൺ ബേബിയോട് പിന്നെ ചോദിച്ചതാണ്, ഞാൻ പറഞ്ഞ അതുകൊണ്ടല്ല. ഇനിയിപ്പോൾ പിണറായി വിജയനോട് ചോദിച്ചാലും അദ്ദേഹം ബ്രിട്ടാസിന്റെ പേരേ പറയുള്ളൂ, റഹീമിന്റെ പേരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധീര സഖാവിന്റെ പേരോ പറയില്ല. ഇന്റർനാഷണൽ ഡെലിഗേഷനിൽ പോകുമ്പോൾ അതിന് മിനിമം ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ? അത് ഉള്ളവരെല്ലാം അയക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. നേരെ മറിച്ച് വല്ല സമര സംഘടനയ്ക്കാണെങ്കിൽ നമുക്ക് റഹീമിനെ അയക്കാം. സത്യം ഞാൻ
അറിയാലോ, റിജുവിന്റെ സ്ഥാനത്ത് വിനു വി ജോൺ ആണെങ്കിൽ ആരുടെ പേരാ നിർദ്ദേശിക്കുക? ഞാനാണെങ്കിലും ബ്രിട്ടാസിന്റെ പേരെ പറയൂ. നീ എനിക്ക് പുല്ല് വിലയിലൂടെ തരുന്നത് പുല്ലുവില. അതുപോലെ കോൺഗ്രസിന് ഇവിടെ ശശി തരൂരിനെ പോലെ ഒരാളുള്ളപ്പോൾ, അല്ലെങ്കിൽ സൽമാൻ ഖുർഷീദിനെ പോലെ ഒരാളുള്ളപ്പോൾ, ആനന്ദ് ശർമ്മയെ പോലുള്ള ആളുകളുള്ളപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ജയറാം രമേഷിനെ അയക്കാം. അതൊക്കെ യോഗ്യന്മാരാണ്, അവിടെ പോയി 4 വർത്തമാനം പറയാൻ അറിയുന്നവരാണ്. അതിന് പകരം ഈ നമ്പർ 10 ജനവിഭാഗത്തിൽ കൊച്ചുങ്ങളെ കളിപ്പിക്കാൻ നിൽക്കുന്നവരെ അല്ലെങ്കിൽ വരുന്നവർക്ക് ചായ കൊടുക്കാൻ നിൽക്കുന്നവരെയൊക്കെ അയച്ചാൽ അതിൻ്റെ ഫലം പാർട്ടി അനുഭവിക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അനുഭവിക്കും. കാരണം ഇതുപോലുള്ള വർത്തലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് പാർട്ടിയെ പ്രതികരിച്ച് പോയിട്ടുള്ളതെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അത്രേ കുഴപ്പമുള്ളൂ. അപ്പോൾ ഇത് ആലോചിക്കേണ്ട ആളുകൾ ആലോചിക്കുന്നില്ല. സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിവില്ലാത്ത ആളുകളാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ദുരന്തം. അവർക്ക് ദേശീയ താല്പര്യം എന്താണ്, കക്ഷി താല്പര്യം എന്താണ്, വ്യക്തി താല്പര്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. വ്യക്തി താല്പര്യത്തിന് കക്ഷി താല്പര്യത്തിനും മേൽ മുൻഗണന നൽകുന്നു, കക്ഷി താല്പര്യത്തിന് ദേശീയ താല്പര്യത്തിന് മേൽ മുൻഗണന നൽകുന്നു. ഇതാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് അനുഭവിക്കുന്ന ഒരു വലിയ ദുരന്തം. എന്തുകൊണ്ട് തരൂരിൻ്റെ പേര് അയക്കുന്നില്ല? അതേ BJPക്ക് പ്രിയങ്കരനായതുകൊണ്ടാണോ? അല്ല. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടാണോ? ഫ്രഞ്ച് അറിയാവുന്നതുകൊണ്ടാണോ? അതുമല്ല. ഈ ശശി തരൂരാണ് കേരള മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്ന രീതിയിൽ ഒരു പ്രചരണം കുറച്ചാൾ മുമ്പുണ്ട്. സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെയുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും വളരെ ചകിതരായി. കാരണം ഇവർ ഇത്ര നാളും KSUവിലും യൂത്ത് കോൺഗ്രസിലും മൂത്ത കോൺഗ്രസിലും ഒക്കെ നടന്നിട്ട് അവർക്ക് കരഗതമാകുമെന്ന് അവർ വിചാരിച്ച ഒരു സ്ഥാനത്തേക്ക് ഇങ്ങനെ UN നിന്ന് ഒരാൾ വന്ന്, പണ്ട് ഡൽഹി നായർ എന്ന് വിളിച്ചിരുന്ന ആൾ വന്ന് ആ സ്ഥാനം ഏറ്റെടുക്കാൻ പോകണമെന്ന് വന്നപ്പോൾ അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ശശി തരൂരിന് വലിയ ജനസ്വീകാര്യതയുണ്ട്, കോൺഗ്രസ്സുകാരുടെ ഇടയിൽ മാത്രമല്ല കോൺഗ്രസ് അല്ലാത്ത ആളുകളുടെ ഇടയിലുണ്ട്. അപ്പോൾ അദ്ദേഹം പാർട്ടിയേക്കാൾ വളരുന്നു എന്നൊരു തോന്നൽ ചില ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ട് എന്നുള്ളതാണ് സത്യം. പുറത്തുള്ള മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നല്ലേ ജോയിക്കുഞ്ഞ്. അങ്ങനെയുള്ള ഈ വാമനന്മാരാണ് അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? ചില ആളുകളുടെ വളരെ പെറ്റിയായിട്ടുള്ള താല്പര്യമാണ് എൻ്റെ പുറകിലുള്ളത്. പച്ച രാഷ്ട്രീയം ഇതാണ്. ശശി തരൂർ കോൺഗ്രസിനേക്കാൾ വലുതായി പോകുമോ, അല്ലെങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള സ്വീകാര്യത ഇനിയും വർദ്ധിക്കുമോ? വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അദ്ദേഹത്തിൻ്റെ പേര് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും സജീവമായി ഉയർന്നു വരുമോ എന്നൊക്കെയുള്ള ചില അല്പന്മാരുടെ അന്തസ്സാരവിഹീനമായ അഹന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള കുശുമ്പ് കുന്നായ്മയാണ് ഇതിൻ്റെ പുറകിൽ. ചൂടാണ്ട് ഇല്ല. ഹലോ, പാർട്ടികളോട് അവരുടെ ഡെലിഗേറ്റ്സിലെയാ ചോദിച്ചത്, ചെയറിനെ ചോദിച്ചില്ലല്ലോ. പാർട്ടികളോട് ചോദിച്ചത് ഡെലിഗേറ്റ്സിനെയാ. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? അല്ല, അങ്ങനെയാണെങ്കിൽ മനീഷ് തിവാരിയോട് കിരൺ റിജിജു സംസാരിച്ചു, അമർ സിംഗിനോട് സംസാരിച്ചു. അവരുടെ ഒന്നും പേരില്ലല്ലോ, അവരൊന്നും ചെയറുമല്ലല്ലോ. നീ അറിഞ്ഞ ഞാൻ പിന്നെ വിട്ടു. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടാരും ചെയറല്ല. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. സൽമാൻ ഖുർഷിദിനെ എന്തുകൊണ്ട് അദ്ദേഹം വിദേശകാര്യമന്ത്രി? സൽമാൻ ഖുർഷിദ് ഈ ലിസ്റ്റിൽ ഉണ്ടോ എനിക്കറിയില്ല. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. കോൺഗ്രസിന്റെ ശശി തരൂർ, മറ്റൊന്ന് കനിമൊഴിക്കാണ്, അങ്ങനെയാണ് ഞാൻ. പിന്നൊന്ന് എന്താണ് നമ്മുടെ ശിവസേനയ്ക്കാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാനിപ്പോൾ വായിച്ചത്, അതായത് ഒരു 4 മിനിറ്റ് മുമ്പ് ഞാൻ അപ്ഡേറ്റ് വായിച്ചത്, സൽമാൻ ഖുർഷിദ് 5 പേരടങ്ങുന്ന ഒരു സംഘത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് നയിക്കും. എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സൽമാൻ ഖുർഷിദ് ഒരു ഡെലിഗേഷന്റെ ലീഡറല്ല, ഒരു ഡെലിഗേഷനിലെ മെമ്പറായിട്ടാണ് സൽമാൻ ഖുർഷിദിന്റെ പേര് വന്നിട്ടുള്ളത്. സഞ്ജയ് ജാ നയിക്കുന്ന ഒരു ഡെലിഗേഷന്റെ ഭാഗമാണ് സൽമാൻ ഖുർഷിദ് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള പേരുകൾ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. അപ്പോൾ സൽമാൻ ഖുർഷിദിനെ കോൺഗ്രസ് നിർദ്ദേശിച്ചതല്ലോ? അല്ല, കോൺഗ്രസ് നിർദ്ദേശിച്ചതല്ലോ. ഇത്
അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഇതേ ഇതിന്റെ കൺഫ്യൂഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ വായിക്കുന്നത്, ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എക്കണോമിക് ടൈംസ് വായിക്കുക. കോൺഗ്രസ് MP സൽമാൻ ഖുർഷിദ് will lead a delegation to South and Southeast Asia covering countries such as South Korea, Japan, Singapore. ബാക്കി പറ. ശശി തരൂർ was a Minister of State for External Affairs. അപ്പൊ അത് രണ്ട് ക്രൈറ്റീരിയ. ശശി തരൂർ ഓൾസോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോൾ ഈ ഡെലിഗേറ്റ്സിന്റെ പേര് ഓരോ രാഷ്ട്രീയ പാർട്ടി നൽകി. പക്ഷെ ആരാണ് ലീഡ് ചെയ്യുന്നതെന്നുള്ള ഇറ്റ് ഈസ് ദ പ്രൊറഗേറ്റീവ് ഓഫ് ദ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. അപ്പോൾ അത് കോൺഗ്രസ് അംഗീകരിക്കേണ്ടതാണ്. അത് അംഗീകരിക്കാത്ത കോൺഗ്രസ് നേതാക്കളെ എന്ത് വിളിക്കണം ശ്രീ ജയസ് അടൂർ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.